ഏലിയാവിന്റെ മേൽ ദൈവം കൊടുക്കുന്ന അഭിഷേകത്തിന്റെ തലങ്ങൾ മാറി മാറി വീണു. പ്രൈസ് ദി ലോർഡ്. ഈ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗത്തോടെ പുറത്തിറക്കേണ്ടത് തൊട്ട് മുൻപെയാണ്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ഭയത്തോടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ഒരു ശുശ്രൂഷ ദൈവം നമ്മെ പരമേൽപ്പിക്കുന്നതിൽ തൊട്ട് മുമ്പിലായിരിക്കും പ്രതികൂലങ്ങൾ നിറയപ്പെട്ട ഇരുട്ടുകൊണ്ട് മൂടിയ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ശ്രദ്ധിക്കൂ, അതിനകത്ത് ചിലരെ അഭിഷേകം ചെയ്യാൻ, രാജാവായി അഭിഷേകം ചെയ്യാൻ, ചിലരെ പ്രവാചകന്മാരായി അഭിഷേകം ചെയ്യാൻ, ചിലരെ ഏലിയാബിന് പകരത്തിന് ഒരു പ്രവാചകനായി അഭിഷേകം ചെയ്യാൻ, ഇത്രയും ശുശ്രൂഷ ഏലിയാവിൻ്റെ മേൽ ദൈവം വച്ചിരിക്കുമ്പോൾ, ഏലിയാവിന് ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷകൾ ഏറ്റെടുത്ത ദൈവകുഞ്ഞുങ്ങളോട് ദൈവാത്മാവെന്ന് രാത്രി അതിശക്തമായി പറയുന്ന ഒരു ദൂതാണ്. എത്രത്തോളം ശുശ്രൂഷ നമ്മുടെ മേൽ പരമേൽപ്പിക്കപ്പെടുമോ അത്രത്തോളം നമ്മുടെ മേൽ ഒരു ദൈവത്തിന്റെ ഭയം നമ്മെ ഭരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നല്ല അധ്യാപകന്മാരെ കാണുമ്പോൾ നമുക്കറിയാം, നല്ല അധ്യാപകന്മാർ, നല്ല പഠിപ്പിക്കുന്ന നല്ല ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ അറിയാം. പ്രൈസ് എന്തെന്നറിയാമോ? അവർ ചില പ്രൈസ് പഠനത്തിൽ കൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആധിക്യം അവരുടെ മേൽ പരമേൽപ്പിക്കപ്പെടുമ്പോൾ അവരെ തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? സമർപ്പിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് റോഡിൽ നടന്നു പോകാൻ തന്നെ പേടിയാ. കാരണം അത്രമേൽ അവരുടെ മേൽ ചില അധികാരങ്ങൾ അവരുടെ മേൽ വന്ന് വീണിരിക്കുകയാണ്. സ്തോത്രം. അതുപോലെ തന്നെയാണ് ഏലിയാവിൻ്റെ മേലും വന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് ചെറിയ അഭിഷേകമല്ല. രാജ്യത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം ഏലിയാവിൻ്റെ മേൽ വന്ന് വീണത് ഏലിയാവിന് പലപ്പോഴും തിരിച്ചറിയാൻ ചില സമയങ്ങൾ ഏലിയാവിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി വേദന വരുമ്പോൾ എനിക്ക് പ്രാർത്ഥന വേണ്ട, വേദനകൾ വരുമ്പോൾ എനിക്ക് പ്രാർത്ഥന വേണ്ട എന്നാരെങ്കിലും പറയാറുണ്ടോ? സ്തോത്രം. എനിക്ക് വേദന വരുമ്പോൾ, എനിക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ അഭിഷേകത്തിന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ? സ്തോത്രം. എന്നാൽ ആ ഭാരം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാറില്ല. ഞാനിന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു, ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ധ്യാനിച്ച് വാഹനം ഓട്ടിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടേ പോകുന്നവരെന്നും എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ബാക്കിൽ നിന്ന് വരുന്നവരെ എനിക്ക് മൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ വചനത്തിനകത്ത് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്കൊന്ന് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഒരാളാണ് യേശുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്രയോ ഭൂതഗ്രസ്തരെ കർത്താവ് സൗഖ്യമാക്കി. എന്നാൽ ഒരു സ്ത്രീ മാത്രമാണ് യേശുവിൻ്റെ ക്രൂശോളം കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ. ആമേൻ. അങ്ങനെയാണെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ പാസ്റ്റർ അങ്ങനെ ചിന്തിച്ചത്? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ദൈവത്തോട് ഞെരുങ്ങുമ്പോൾ ദൈവാത്മാവ് എനിക്ക് വചനങ്ങളെ തന്ന് ബലപ്പെടുത്തും. ഇന്ന് രാത്രി വചനങ്ങളെ തന്ന് ബലപ്പെടുത്തണമെങ്കിൽ നിന്റെ ഹൃദയവും നീയും തമ്മിൽ ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലേക്കായിരിക്കണം. കേവലം വിടുതലിന് വേണ്ടിയുള്ള ദൈവമല്ല ഇത്. കേവലം ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ദൈവമല്ല ഇത്. കേവലം നമ്മുടെ യാത്രകളെ പരിപാലിക്കാൻ വേണ്ടി മാത്രമുള്ള ദൈവമല്ല ഇത്. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കൂടെ ചേർന്ന് വസിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു അപ്പനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: നിന്റെ ഹൃദയം ഒന്ന് പിടയുമ്പോൾ ഈ കർത്താവ് നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹൃദയം ഒന്ന് പിടയുമ്പോഴേ നിന്റെ കൂടെ ഈ കർത്താവ് ഇറങ്ങി നിൽക്കും. മറ്റ് ചുറ്റുപാടുമുള്ള ഒരു വിഷയവും എനിക്ക് വിഷയമല്ല. അതൊന്നും ഒരു ഭാരമല്ല എനിക്ക്. എൻ്റെ വിഷയം എനിക്ക് ദൈവത്തെ ആരാധിക്കണം എന്നൊരു വിഷയമാണ്. ആ ദൈവപൈതന്റെ ഹൃദയത്തിലേക്ക് ഓടി എത്തുന്നത്. ചുറ്റുപാടും നടക്കുന്നത് ഒന്നും എനിക്ക് എന്നെ ബാധിക്കുന്നതല്ല. അത് എനിക്ക് മുകളിലുള്ളതല്ല. എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല. എൻ്റെ ദൈവത്തെക്കാൾ ഒന്നും വലുതല്ല എൻ്റെ ചുറ്റുപാടുമുള്ളത്. എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, എന്നെ പരമേൽപ്പിച്ച ചില അധികാരങ്ങൾ, ഇതൊന്നും ഈ ദൈവത്തെക്കാൾ വലുതല്ല എന്ന് ഉറക്കെ നിന്ന ഒരു മനുഷ്യനാണ് ഏലിയാവ്.
പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, കർത്താവേ ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ പിതാക്കന്മാരെക്കാളും ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞ് മരിക്കാൻ ആഗ്രഹിച്ചൊരു മനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, എത്രത്തോളം ദൈവം നമ്മെ ഫലമേൽപ്പിക്കുമോ അത്രത്തോളം നമ്മൾ താഴ്ത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഞാൻ ഇന്നൊരാളിനോട് കാര്യം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് വെറും 3 രൂപ വിലയുള്ള ഒരു ഗുണ്ടിനകത്ത് ഒതുങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് 3 രൂപ മാത്രം വിലയുള്ള ഒരു ബുള്ളറ്റിനകത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ, മനുഷ്യന്റെ അഹങ്കാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ ആണെന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ പോലും പേടിയില്ലാതെ ജീവിക്കുന്ന ആമേ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭാരമുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ദൈവം നമ്മെ എത്രത്തോളം ഉയർത്തുവാൻ ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ താണിരിക്കുമോ അത്രത്തോളം ഏലിയാവിന്റെ നടുവിൽ ഇറങ്ങി വന്നതുപോലെ ദൈവം നമ്മുടെ നടുവിലും ഇന്ന് രാത്രി ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ഇതിനകത്ത് ഏലിയാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, പ്രൈസ് ദി ലോർഡ്, അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് രാത്രി എൻ്റെ വിഷയങ്ങളൊന്നും എനിക്ക് വിഷയമേ അല്ല, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി. ഇവിടെ തിരക്കില്ലാത്ത ആരാ അല്ലേ? ആമേൻ സ്തോത്രം. 10,000 കാര്യങ്ങൾ കവർ ചെയ്തിട്ടാ ഞാനും നിങ്ങളും ഇതിനകത്തിരിക്കുന്നത് എന്ത് രാത്രി, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ സമയം നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ക്രമീകരണങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞനെ എപ്പോഴേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അല്ലേ? ആമേൻ സ്തോത്രം. പ്രൈസ്. ഈ വർഷങ്ങളായി നടന്നു വരുന്ന ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന ജനത്തോടൊരു കാര്യം വിളിച്ചു പറയാം. നമ്മൾ ഈ സുദിനത്തിനകത്തെ കയറിയിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന് ഭവിക്കേണ്ട ചില നിലവിളികൾ ഞൊടിയിടയിൽ ദൈവം ദൂരത്ത് വച്ച് തന്നെ അതിനെ മാറ്റിക്കളഞ്ഞ് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും പുതപ്പ് നമ്മുടെ പുറത്ത് പുതപ്പിച്ച ഒരു ഏലിയാവിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, ഏലിയാവ് 14-ാമത്തെ വാക്യത്തിലേക്ക് വളരെ ശക്തമായി, അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാഞ്ചിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നിങ്ങൾ എത്ര പേര് ബൈബിൾ വായിച്ചു? എത്ര പേര് പ്രാർത്ഥിച്ചു? എത്ര പേര് മണിക്കൂർ മുഴങ്കാലിൽ നിന്ന് ചോദിക്കാനല്ലേ നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആവശ്യമായ വായു, ആവശ്യമായ ഭക്ഷണം, ആവശ്യമായ വസ്ത്രം, ആവശ്യമായ ഉറക്കം, ആവശ്യമായ ദഹനം, ആവശ്യമായ സകലതും തന്ന് നമ്മെ ഇന്ന് പകൽ മുഴുവനും പരിപാലിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ 1 മണിക്കൂർ മാറ്റിവെക്കാൻ ഉണ്ടായിരുന്നുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 മണിക്കൂർ ദൈവത്തിന്റെ മുൻപിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാനും സമർപ്പിച്ചു കൊടുക്കാനും ആമേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കാര്യാദികൾക്കെല്ലാം ഓടിയെത്തിയില്ലേ? എത്ര വയ്യെങ്കിലും, എത്ര ആമേ സ്വതന്ത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ കാര്യാദികൾക്ക് ഓടിയെത്തും. ഓടിയെത്തണമെങ്കിൽ എത്തിക്കുന്നൊരു ദൈവം നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. ആമേ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി അത് ചങ്ങലയ്ക്കകത്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് വീട്ടിനകത്തിട്ടിരിക്കുമ്പോൾ, കൂട്ടിനകത്തിട്ടിരിക്കുമ്പോൾ നമ്മെ റോട്ടിൽ പരിപാലിക്കുന്ന കണ്ടു കാണും. ഒരു പ്രൈവറ്റ് ബസ് അത് വേഗത്തിൽ പാഞ്ഞു വരുന്ന സമയത്ത് എതിരെ സ്ഥലത്ത് നിർത്തിയിരുന്ന ഓട്ടോയ്ക്കകത്ത് നിന്ന് ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ആ ഓട്ടോയ്ക്കകത്ത് നിന്ന് ഇറങ്ങി ഓടി ഒരു ചെറിയൊരു നിമിഷം, ഒരു തലനാരിഴയ്ക്ക് ആ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ചില കരുതലുകൾ, ദൈവത്തിന്റെ ചില കൈവയ്പ്പുകൾ ആ സ്ഥലത്ത് വെളിപ്പെട്ടു എങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ ബന്ധുക്കളും ചർച്ചക്കാരും പ്രിയപ്പെട്ടവരും ചോദിക്കും, നിന്റെ ദൈവം നൂലെ കെട്ടി ഇറക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ നിരവധി ആമേൻ സാഹചര്യങ്ങൾ ദൈവം എനിക്കും നിനക്കും വേണ്ടി ഒരുക്കി വച്ചെങ്കിൽ ഇന്ന് രാത്രി ഇതൊക്കെ കാണുമ്പോൾ വിളിച്ചു പറയുന്നത്, എന്റെ പ്രാണകാന്തന്റെ കരം ഇതുവരെക്കും കുറുകിയിട്ടില്ല, അവന്റെ ചെവി ഇതുവരെക്കും മന്ദമായി പോയിട്ടില്ല, അവന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന, സേവ ചെയ്യുന്ന, യാഗപീഠങ്ങൾ പണിയുന്ന, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി രാപ്പകൽ മധ്യസ്ഥ അണയ്ക്കുന്ന എന്റെ ദൈവം ഇന്ന് രാത്രി പ്രാർത്ഥന കേൾക്കുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ ദൈവമേ, പ്രൈസ് ദി ലോർഡ്. ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു സെക്കൻഡ് സ്തോത്രം, ആ ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ: എൻ്റെ മോൾ ഓടി വരും പോലെ എനിക്ക് തോന്നിയെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ മകൾ ഓടി വരുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന്. ഒരു നിമിഷം അദ്ദേഹം ചവിട്ടിയിട്ട് വണ്ടി ഒരു സെക്കൻഡ് വലത്തോട്ട് വെട്ടി ഒഴിച്ചില്ലായിരുന്നു എങ്കിൽ ഫ്രണ്ട് വീല് മാത്രമല്ല, ബാക്കിലത്തെ രണ്ട് വീലും കയറി ഇറങ്ങുമ്പോൾ ചൂലിനെ തൂത്തുവാരി എടുക്കാൻ പോലും കഴിയാത്ത പിഞ്ചോമരയുടെ ശരീരത്തിനകത്തുള്ള മാംസപിണ്ഡങ്ങൾ തെറിച്ചു കിടക്കുന്നതിന് സ്തോത്രം നുള്ളിപ്പറക്കത്തക്ക തലത്തിൽ കഴിയുമായിരുന്നു. പക്ഷേ ദൈവം, ഇതാണ് ദൈവം കേട്ടോ. ഹല്ലേലൂയ, ഇതാണ് ദൈവം. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിൽ രക്ഷിക്കപ്പെട്ടവരാ, നമ്മളിൽ സ്നാനപ്പെട്ടവരാ, നമ്മളിൽ കൂട്ടായ്മ ആചരിക്കുന്നവരാ. ആമേൻ. ഒരു കാര്യം ഉറപ്പിച്ചു പ്രസ്താവിക്കാം, അതിനപ്രകാരം കർത്താവിന്റെ മുമ്പിൽ ഏലിയാവ് പറയുക: ഞാൻ നിന്റെ മുമ്പിൽ രാവും പകലും നിന്റെ മുമ്പിൽ സേവ ചെയ്തു വന്നിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്യത്തിലേക്ക് നമുക്ക് വരാമോ? മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മത്തായി സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വേദാംശത്തിലേക്ക് വരാമോ? 22-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഒന്ന് തിരിക്കുകയാണ്. വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 22-ന്റെ സ്തോത്രം പറയും 32-ാമത്തെ വാക്യം. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ഒന്നുകൂടെ ഉറപ്പിച്ചു കൊടുക്കുക കർത്താവ്. ഉപമകളിൽ കൂടെ കർത്താവ് ശിഷ്യന്മാരെ മാത്രമല്ല, തൻ്റെ അടുത്ത് വന്നു കൂടിയിരിക്കുന്ന പുരുഷാരത്തെ മുഴുവനും, ശാസ്ത്രിമാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, പരീശന്മാരുണ്ട്, ആമേൻ, റോമനകത്ത് വ്യാപരിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, അതിനകത്ത് പ്രവാചകന്മാരുണ്ട്, പ്രവാചകിമാരുണ്ട്, വാക്കുകളെ വ്യാഖ്യാനിക്കാൻ കൃപാവരം പ്രാപിച്ച, പ്രൈസ് ദി ലോർഡ്, വരങ്ങൾ പ്രാപിച്ച വില്ലാളി വീരന്മാരുണ്ട്. ഇവരെല്ലാം നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞ ഒരു കാര്യം: ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. ആമേൻ. എന്തെങ്കിലും മനസ്സിലായോ? ഹല്ലേലൂയ. അവൻ പറഞ്ഞു, മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ഹല്ലേലൂയ. നോക്കിക്കേ, മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചുവോ ദൈവം അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി മോശ എഴുതി പിടിപ്പിച്ച പുസ്തകത്തിനകത്തു നിന്നും ലേഖനങ്ങൾക്കകത്ത് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പുനരുത്ഥാനത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. തീമോഥെയോസ്, തെസ്സലോനിക്ക ലേഖനങ്ങൾ എഴുതുമ്പോൾ സ്തോത്രം വളരെ വ്യക്തമായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. ഇത് മരിച്ചവരുടെ ദൈവമല്ല, ഇത് ജീവനുള്ളവരുടെ ദൈവമാ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, മരിച്ചവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം, ആമേൻ, മരിച്ചുപോയി. ഇനി സ്തോത്രം, ആ മരിച്ചവരെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു വച്ചിട്ട് രാവിലെ പൂമാലയിട്ട് തൊഴുത് പടത്തിന്റെ മുമ്പിൽ യാത്ര ഇടുന്ന ദൈവം അല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ എവിടെ പോകുമോ നിന്റെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ കൂടെ വരുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഒരിക്കൽ എലിശ പറഞ്ഞൊരു കാര്യം: നിങ്ങളിരിക്കുന്ന സ്ഥലം ഇടുക്കവും ഞെരുക്കവുമാകയാൽ നിങ്ങൾ ഓരോരുത്തൻ പോയി യോർദാന്റെ വൻകാട്ടിൽ പോയി എന്ത് ചെയ്യണം? ഓരോരുത്തൻ ഇടുക്കൻ ഞെരുക്കവും മാറുവാൻ ഓരോ മരം വെട്ടിക്കൊണ്ടുവരണം. ഓരോ മരം, ഒരു മരം ഒരുത്തൻ കൊണ്ടുവരണം. എന്താ? അതിന്റെ ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറാൻ. സ്തോത്രം. പറഞ്ഞതാരാ? എലിശയാ പറഞ്ഞത്. ഏലിയാവിന്റെ പുതപ്പ് എലിശയുടെ മേലിടുമ്പോൾ എലിശ പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്നല്ല, പുതപ്പെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോടേ എന്ന് പറഞ്ഞതല്ല. അവിടെ അവൻ 12 ഏർകാളയുടെ 12ാമത്തെ ഏർകാളയുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഏലിയാവ് എലിശയുടെ മണ്ടയ്ക്ക് പുതപ്പെടുന്നത്.
സ്തോത്രം. എന്നാൽ 12ാമത്തെ ഏർകാളയെ അറുത്ത് പാകം ചെയ്ത് അവിടെ ഇരുന്നവർക്ക് ഭക്ഷണവും കൊടുത്ത് ഒരു യാഗവും അർപ്പിച്ച് ആമേൻ അപ്പനെ അമ്മയെ ചുംബിച്ച് കാൽ തൊട്ട് വർണ്ണിച്ച് ഏലിയാവിന്റെ പിറകെ സമർപ്പണത്തോടെ ഇറങ്ങിയ ഒരു മനുഷ്യനാണ് എലീശ. ശമനപരഗതുനി. ഹല്ലേലൂയ. അല്ലാതെ കടയിൽ പോയി ഒരു ബൈബിളും വാങ്ങിച്ച് ആമേൻ സ്തോത്രം ഇപ്പോ ഞാൻ വേട്ടയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞൊരു വില്ലും വാങ്ങിച്ച് ആമേൻ 50 രൂപയ്ക്ക് ആമേൻ അതിനകത്ത് ആമേൻ തൊടുത്തിവിടേണ്ട ശരവും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയതല്ല എലീശ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ളവരെല്ലാം കൊറോണ സമയത്തൊക്കെ പോയി എത്രയോ പള്ളി ഇന്നും പൂട്ടിക്കിടക്കണമെന്ന് അറിയാമോ? രക്ഷിക്കപ്പെടാത്തൊരു പള്ളിയല്ല, രക്ഷിക്കപ്പെട്ടവരുടെ പള്ളിയാ. ആമേൻ ആമേൻ. കൊറോണ ആയപ്പോഴത്തേക്ക് ദൈവം പോയെന്ന്. അത് എപ്പോഴും അറിയാമോ പോയത്? അവരൊക്കെ ക്രൂശി കിടന്ന യേശു ക്രൂശി കയറിയപ്പോഴത്തേക്ക് വള്ളവും വലയും എടുത്തുകൊണ്ട് ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് പങ്കായം എടുത്തുകൊണ്ട് ആമേൻ ആമേൻ കടലിൽ മീൻ പിടിക്കാൻ പോയ പത്രോസിനെ പോലെയാ പലരും പൊക്കളഞ്ഞത്. ആമേൻ. അവരൊക്കെ വിചാരിച്ചത് കർത്താവ് നേരെ ആമേൻ ഗന്നസര തടാകത്തിലേക്ക് ചെല്ലുമെന്ന് വിചാരിച്ചു. ആമേൻ സ്തോത്രം. ആമേൻ. അവിടെ ചെന്ന് പ്രൈസ് ദി ലോർഡ് ഇവർക്ക് വേണ്ടിയത് ഭ്രാന്തൽ കഴിച്ചുകൊള്ളുവേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി അവിടെ ഒരുക്കുമെന്ന് വിചാരിച്ചു. എൻ്റെ കർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നവര് എന്ന് രാത്രി ഓർത്തുകൊള്ളുക. എൻ്റെ കർത്താവിന് നെടുകയും കുറുകയും വിടാതെ ഒന്ന് പിടിക്കാനും വന്ദിക്കാനും ഇന്ന് രാത്രി പദ്ധതി ഉണ്ടെങ്കിൽ ഏതവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോയാലും അവസ്ഥയിൽ തള്ളിക്കളയുന്ന ദൈവമല്ല ഇത് ചേർത്ത് പിടിച്ച് കണ്ണീർ തുടയ്ക്കുന്ന നിനക്ക് ആവശ്യമായത് വേണ്ടിയത് തരാൻ എന്റെ കർത്താവ് സർവശക്തനാണ് ദൈവമൈതലേ. ഹല്ലേലൂയ. ശബനബരഗതുനി അതുരഗരഗദന ധൂഢമനാരകൽക്കനാദി എന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ഇവിടെ വായിച്ചു കണ്ടോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും. എന്താ ഇങ്ങനെ പറയാൻ കാര്യം? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. പല ഭാഗത്തും പറയുന്നു, പഴയ നിയമത്തിലും പറയുന്നു, പുതിയ നിയമത്തിൽ യേശുവും പറയുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പിതാവായ ദൈവം പ്രസന്റ് ചെയ്തതാ, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവം, ഞാൻ യാക്കോബിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം എന്താ? ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം പറയുന്നത് കേട്ടിറങ്ങി അനുസരണമുള്ളവൻ. ഇന്ന് രാത്രി അവന്റെ ദൈവമാ, അവന്റെ തലമുറ അതുപോലെ ഞാൻ അവന്റെ തലമുറയുടെ ദൈവമാ. ആമേൻ. 3 ഞാൻ യാക്കോബിന്റെ ദൈവമാ. അനുഗ്രഹം വാങ്ങി ഇറങ്ങി ആമേൻ പറഞ്ഞതെല്ലാം ദൈവം പറഞ്ഞതെല്ലാം യാക്കോബ് ചെയ്യാൻ തുടങ്ങി. ഞാൻ യാക്കോബിന്റെ ദൈവമാ. ഇന്ന് രാത്രി ആമേൻ പ്രൈസ് ദി ലോർഡ് ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയൻ, എന്റെ മാത്രം. ആമേൻ. ഞാൻ അവനെ സേവിക്കുന്നു, അവൻ എന്റെ കണ്ണീർ തുടയ്ക്കാൻ യോഗ്യനാണ്, എന്റെ ആമേൻ ഭാരങ്ങളെ അറിയുന്ന എന്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ ഹല്ലേലൂയ നോയിക്കേ. ആമേൻ എന്ന് അവൻ അരുളി ചെയ്തു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല എന്നും ജീവനുള്ള ദൈവം എത്രയെന്ന് പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ആമേൻ സ്തോത്രം ഉപദേശത്തിൽ വിസ്മയിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപദേശം കർത്താവ് ഒരു ഉപമയെ കൂടി ഒരു ഉപദേശം കൊടുത്തതാ, വചനപ്രകാരം തെളിവായിട്ട് കൊടുത്തതാ. തെളിവായിട്ട് ഇന്ന് രാത്രി ചിലത് നിന്റെ മുമ്പിൽ തെളിയിച്ചു തരും ദൈവം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് ചിലത് നിന്റെ മുമ്പിൽ തെളിയിച്ച് തരുന്ന ഒരു ദൈവമാണ് ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. ഏലിയാവിന്റെ മുമ്പിൽ ഇറങ്ങി നിന്നിട്ട് ചോദിച്ചൊറ്റ ചോദ്യം ഇതാ, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ആമേൻ. 19ാമത്തെ അധ്യായത്തിൽ പറയുന്നത് നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് നോക്കൂ. ആമേൻ സ്തോത്രം. 19ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 19ാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 19ാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യം. 1 രാജ 1 വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 ഏക്കാള കൂട്ടി ഉഴുവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികിൽ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. അവന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ മേൽ കർത്താവിന്റെ പുതപ്പിട്ട് കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവത്തിന്റെ പുതപ്പിടുക. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് വേണ്ടിയേ ദൈവം നിന്റെ മേൽ പുതപ്പിടുന്ന രാത്രിയാ. ചിലത് നിയോഗത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ ദൈവം ഇന്ന് രാത്രി പുതപ്പിടുക.
പുതപ്പിട്ട് കഴിഞ്ഞാൽ, നിന്റെ മേൽ പുതപ്പ് വീണാൽ, ഇന്ന് രാത്രി ഒരു നിയോഗത്തിൽ കൂടെ ഒരു പ്രാവശ്യമല്ല എലീശയുടെ മേൽ പുതപ്പ് വീണത്, 2 പ്രാവശ്യം വീണു പുതപ്പ്. 1, അവനെ വിളിച്ചപ്പോൾ വീണ പുതപ്പ്. 2, അവന് ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് അഗ്നി രഥങ്ങളോടും കുതിരകളോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ പറഞ്ഞ ഒറ്റ കാര്യം, നീ ചോദിച്ചത് അധികം പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ നീ എന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമെങ്കിൽ, നീ എന്നെ കണ്ണിമ കൂടാതെ നീ എന്നെ നോക്കുമെങ്കിൽ, ഈ പുതപ്പ് നിന്റെ മേൽ വീണാൽ നീ എന്താണോ എന്നിൽ നിന്ന് ചോദിച്ചാവശ്യപ്പെട്ടത് ആ ഇരട്ടി പങ്ക് നീ പ്രാപിക്കും. ഇന്ന് രാത്രി ആ പുതപ്പ് നിന്റെ ശരീരത്തിൽ ഇന്ന് രാത്രി വീണാൽ, നിന്റെ ദേശത്ത് നീ ഒരു വില്ലാളി വീരനായി ദൈവം നിന്നെ നിർത്തും. ഇന്നലകളിൽ നിന്നെ ദണ്ഡിപ്പിച്ചത്, ഇന്നലകളിൽ നിന്നെ പേടിപ്പിച്ചത്, ഇന്നലകളിൽ നിന്നെ ഭാരപ്പെടുത്തിയത്, ചില നിന്ദയുടെ വാക്കു പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തിയത്, അതിന്റെ മുൻപിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, എന്റെ കുടുംബത്തിൽ നിന്റെ പുതപ്പൊന്ന് ഇടണമേ, എന്റെ ജീവിതത്തിൽ നിന്റെ പുതപ്പൊന്ന് ഇടണമേ. ഞാൻ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. ശമനവരഗതുനി അതുരഗരഗദന ദൂരവനാരകൾ ഖനാദികൾ കടകബരം ദനേകര. ഈ രാത്രി കൃപയുടെ പുതപ്പ് ആരുടെയൊക്കെ ശരീരത്തിൽ വീഴുന്നുവോ, ഇന്ന് രാത്രി പരാജയത്തിന്റെ പുതപ്പല്ല ഇത്. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, നിന്നെ പുറപ്പെടുവിക്കുന്ന ഒരു പുറപ്പെടലിന്റെ പുതപ്പ് ഇന്ന് രാത്രി ആരൊക്കെയോ ശരീരങ്ങളിൽ സ്വർഗം അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പുറപ്പെടലിന്റെ പുതപ്പ്. ഇതിനകത്ത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരുടെയൊക്കെ ശരീരങ്ങളിൽ, ആരുടെയൊക്കെ കുടുംബത്തിനകത്ത് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷയുടെ നിയോഗത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന, ഒരുക്കത്തോടെ കാലിന് ചെരുപ്പ്, അരയ്ക്ക് സത്യവും കെട്ടി നീതി എന്ന കവചവും ധരിച്ചുകൊണ്ട് മുൻപിലോട്ട് പോകുവാൻ കർത്താവ് ഇന്ന് രാത്രി ഒരു ആഹ്വാനം ചെയ്യുകയാ. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ ബലഹീനത നോക്കണ്ട, എന്റെ ശക്തി നിനക്ക് മതി. പൗലോസേ, നീ യാത്ര ചെയ്. ഹല്ലേലൂയ. എന്റെ ശക്തി നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്ന എന്റെ ശക്തി മാത്രമല്ല, എന്റെ കൃപ. ഹല്ലേലൂയ. ഈ കൃപയുടെ അകത്തേക്ക്, ആ കൃപയുടെ കാമേൻ അതിനകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വന്നാൽ നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്ര. ഇന്ന് രാത്രി ദൈവവൈതലേ, ഏലിയാവിനെ പുറത്തെടുത്തതുപോലെ എലീശയും തമ്പുരാൻ പുറത്തെടുക്കുക. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവം പറയുന്നത്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ച, അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ ദൈവമല്ല എന്ന് ഇന്ന് രാത്രി സ്തോത്രം. ആരാധന വേണ്ട എന്ന് പറയുന്നവന്റെ ദൈവമല്ല ഇത്. മരിച്ചവന്റെ ദൈവമല്ല. നീ ജീവനോടെ ഇരിക്കുന്നു എങ്കിൽ, നീ ഇന്ന് രാത്രി മരിച്ചിരിക്കുന്നെങ്കിൽ നിന്റെ ദൈവമല്ല ഞാൻ. ഗ്ലോറി. ഹല്ലേലൂയ. ആത്മാവ് അങ്ങനെ ഇന്ന് രാത്രി വ്യാഖ്യാനിക്കാൻ പറയുന്നു. നീ ജീവനോടെ ഇരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പതാരം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ നീ മരിച്ചവളാകരിക്കുന്നു. നീ മരിച്ചവനാണെങ്കിൽ, ആത്മാവ് നിന്ന് വിട്ടുപോയെങ്കിൽ നിന്റെ ദൈവമല്ല ഇത്. ശമനവരഗതുനി വൈദ്യരകരാജകൾ ഖനാദി. ഇത് ജീവനുള്ളവരെ ദൈവമാ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ല, നിനക്ക് ജീവനുണ്ടെങ്കിലും നീ ആരായിരിക്കുന്നു? മരിച്ചവനായിരിക്കുന്നു. നിന്റെ ദൈവമല്ല ഇത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരിച്ചവന്റെ ദൈവമല്ല ഇത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ഒരു ദൈവമല്ല ഇത്. ഹല്ലേലൂയ. ഓ പ്രൈസ് സക്കായേ, നീ ഒളിച്ചിരിക്കണ്ടടാ. ഇവിടെ നിൽക്കുന്നവരെ ദൈവമല്ല ഞാൻ, നിന്റെ ദൈവമാണ്. നിനക്ക് ഹൈറ്റ് കുറഞ്ഞവനാണെങ്കിലും ഈ അത്തിയുടെ മുകളിൽ കയറിയിരുന്ന വെമ്പലോടെ എന്നെ കാണാൻ നീ കാണിച്ച മനസ്സിന് ഞാൻ നിന്റെ ദൈവമാ. ഇറങ്ങി വാടാ ഇവിടെ. നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി അത്താഴം കഴിക്കാൻ ഞാനും കൂടെ വരുന്നുണ്ട്. നിന്റെ ദൈവമാ. നിന്റെ ദൈവം ലജ്ജയില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ ദൈവമാ ദൈവം. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ജീവനോടെ ആരാധിക്കുന്നവന്റെ ദൈവമൈതലേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഈ ഭൂപരപ്പിൽ ഉണ്ടായിരുന്നിട്ടും
15 കോടിയുടെ വണ്ടിയിൽ സഞ്ചരിക്കാനുണ്ട്. 15 കോടി. പോയതോ 6 അടിയുള്ള ഒരു കുഴിക്കകത്തേക്ക്. സാധാരണ ഒരു മനുഷ്യനെ അടക്കുന്നത് പോലെ ഉള്ളൊരു കുഴിക്കകത്തേക്ക് ഇത്രയുള്ള ഒരു മനുഷ്യൻ. ഇന്ന് രാത്രി നമ്മൾ എന്ന് 26 കാണുമെന്ന് പ്രതീക്ഷിച്ചോ? ഹല്ലേലൂയ. അവിടെ അവ യേശു പറയുന്നത് ഞാൻ മരിച്ചൊരു ദൈവമല്ല. യെസ്, ഇതിനകത്തിരിക്കുന്ന ജീവനുള്ളവരാ. ആമേൻ. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക്, ആ ബോഡിക്ക് ഞാൻ പല ശുശ്രൂഷയും ചെയ്തുകൊണ്ടറിയാം. ആമേൻ, കുഴിക്കരയെ കൊണ്ട് വച്ചിട്ട് ആ കയ്യിലെ 2 വിരലും കൂട്ടിക്കെട്ടിയ കെട്ടൊന്ന് അഴിച്ചിട്ട്, ആ 2 പെരുവിരലും കാലിലെ കൂട്ടിക്കെട്ടി കെട്ടടിച്ചിട്ട്, ആമേൻ സ്തോത്രം, ആ മുഖത്തേക്ക് ആ തുണിയെടുത്ത് മൂടുമ്പോൾ അവിടെ ഒരു വലിയൊരു നിലവിളി ഉയരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വലിയൊരു നിലവിളി. കാരണം ഇന്നലെ വരെ ഞാൻ കണ്ട മുഖം, ഈ മുഖം ആമേ ഭക്ഷിക്കാൻ ഈ ഭൂമിക്കടിയിൽ നാളുകളായി കാത്തിരിക്കുന്ന പല വെറൈറ്റി സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ശമനവരഗതുനി വൈഡകരഗതനാഗര. ഇതിന് ഭക്ഷണമാകണമെങ്കിൽ മനുഷ്യൻ മണ്ണോട് ചേരണം. ഹലോ, മരിച്ചവരുടെ ദൈവമല്ല ഇത്, ജീവനുള്ളവന്റെ ദൈവം. പറ ഇന്ന് രാത്രി, ഞാൻ ജീവനുള്ളതാ. എന്നിൽ വ്യാപരിക്കുന്ന ശക്തി മരിച്ചവന്റെ ശക്തിയല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുമ്പോൾ ഈ വ്യാപാര ശക്തി എന്റെ മേൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്കിന്ന് രാത്രി മരണമില്ല. പറ, യേശു എന്താ പറഞ്ഞേ? എന്നിൽ വിശ്വസിക്കുന്നവൻ, ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും പറ ജീവിക്കും. അതല്ലേ പുസ്തകം പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അതിനാ ദൈവം നമ്മെ വിളിച്ചത്, അതിനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം ആരാധന ആലയമായിരിക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്ന രാജ്യങ്ങൾ ദൈവ ശബ്ദത്താൽ നിറയട്ടെ. നമ്മൾ ഇരിക്കുന്ന ജില്ലകൾ ദൈവവചനത്താൽ നിറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കയറുന്ന വാഹനങ്ങൾ ദൈവ ശബ്ദത്താൽ നിറയട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയില് ആമേൻ നമ്മുടെ ബ്രദറിനെ, ആമേൻ, ഹിന്ദു പയ്യനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മധുരൈ എയർപോർട്ടിൽ കൊണ്ടവനെ വിടുമ്പോൾ അവൻ ആദ്യമായിട്ടാണ് ആ എയർപോർട്ടിനകത്ത് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിരിക്കുന്നത്. എന്നെ വിളിച്ച് ദൂരോട്ട് കൊണ്ടുപോയിട്ട്, അപ്പോൾ എൻ്റെ അമ്മ നിപ്പുണ്ട്, പെങ്ങന്മാരെല്ലാം നിപ്പുണ്ട്. ആമേൻ. അവരെല്ലാം കണ്ണ് നിറഞ്ഞു. ഇനി ചില മിനിറ്റ് കഴിയുമ്പോൾ അകത്തോട്ട് പോകുക. ശ്രോത്രം എല്ലാവരും കരയാൻ തുടങ്ങി. ആമേൻ. ഈ കരയണ എനിക്കും കരയാൻ തോന്നും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാനും അവൻ്റെ പിറകെ പോയി. അതങ്ങനെയാ, എനിക്ക് കരയണ ഞാനും കരയും. അത് ശവടക്കായാലും ശരി, എന്നെ പിടിച്ച് നീക്കി കുറേ കഴിയുമ്പോൾ ഞാൻ മാറി എന്ന് കരയും. പ്രൈസ് ദി ലോർഡ്. അടക്കാൻ പോയാൽ ഞാനും കരയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൂടെ ഓരോ കണ്ണീര് വരും. പ്രൈസ് ദി ലോർഡ്. കാരണം വേർപാടാ. ആമേൻ. ഇവരെല്ലാം കരച്ചിൽ തുടങ്ങി. അപ്പം അവൻ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട്, അങ്കിളെ കുഴപ്പമൊന്നുമില്ലല്ലേ, ഞാൻ പൊയ്ക്കോട്ടെ? ശ്രോത്രം, നിനക്ക് പേടിയുണ്ടോ? ആദ്യമായിട്ടാ. കൈവിട്ട കളിയല്ലേ, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. കർത്താവ് ആ ചിറകിലുണ്ട്. 2 ചിറക് ആ ഫ്ലൈറ്റിലുണ്ട്. ആ ചിറകിൽ പരിശുദ്ധാത്മാവുണ്ട്. അവൻ ആദ്യമായിട്ടാ വാക്ക് കേൾക്കുന്നത്. സ്തോത്രം. ആദ്യമായിട്ടാ അവൻ ആ വാക്ക് കേൾക്കുന്നത്. അതെന്താന്ന് ചോദിച്ചു. നീ ഇത്ര ഇപ്പം മനസ്സിലാക്കിയാൽ മതി. നീ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നീ ഉറങ്ങുമെന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. അവൻ അടുത്ത് കണ്ണു തുറന്നത് ദുബായ് എയർപോർട്ടിലേക്ക് എത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ അവൻ്റെ മണ്ടയ്ക്കിരിക്കുന്ന ആമേൻ ആ മൈക്ക് സെറ്റിൽ കൂടെ അനൗൺസ്മെന്റ് വരികയാണ്, സീറ്റ് ബെൽറ്റ് ഇടാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാത്രി ആമേൻ, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരെന്നറിയാമോ? ജീവനുള്ളവരുടെ ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. അവരെ യാത്ര അയക്കുമ്പോൾ എല്ലാവരും കണ്ണുകൾ നിറഞ്ഞ് ആമേൻ കരയാൻ തുടങ്ങി. അപ്പുറം ഇപ്പുറം മാറി നിന്ന് മണിക്കൂറോളം കരഞ്ഞു. സ്തോത്രം.
ഹല്ലേലൂയ. എനിക്ക് ആരെ ആശ്വസിപ്പിക്കാൻ വഴി ഞാനും അങ്ങോട്ട് മാറി ഞാനും കരയാൻ തുടങ്ങി. കാരണം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു യൗവനക്കാരനായ ഒരു പയ്യനാ, 23 വയസ്സേ ആയിട്ടുള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അതെ, ഈ രാജ്യത്ത് നിന്ന് പൊങ്ങിയാൽ അടുത്ത രാജ്യത്ത് ഇറങ്ങുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ചിലപ്പോൾ റാഞ്ചൽ പക്ഷികൾ വന്ന് റാഞ്ചിക്കൊണ്ട് പോയാലോ? എന്നോട് ചോദിക്കും, 1 മിനിറ്റ് കൊണ്ട് ഈ ഫ്ലൈറ്റ് റാഞ്ചിക്കൊണ്ട് പോവോ അങ്ങനെ? ഞാൻ പറഞ്ഞു, നിന്നെ റാഞ്ചിക്കൊണ്ട് പോവില്ല, നീ അവിടെ ഇരുന്നോ ധൈര്യമായിട്ട്. സ്തോത്രം. പല ആശയങ്ങളാ. നമ്മുടെ കർത്താവ് മരിച്ചവരുടെ ദൈവമല്ല. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ മരിച്ചവരുടെ ദൈവമെന്ന്? ഇല്ല. ജീവിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ആമേൻ സ്തോത്രം, ജീവിച്ചിരുന്ന് എന്റെ ആരാധിക്കുന്ന, എന്നെ ആമേൻ ആമേൻ പ്രൈസ് ബഹുമാനിക്കുന്ന, എന്നെ ആമേൻ സ്തോത്രം പ്രൈസ് വിടാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ ആമേൻ കുറുകെ പിടിക്കുന്ന ആമേൻ ഓരോ ദൈവ പൈതലിന്റെയും ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, ഞാൻ മരിച്ചവന്റെ ദൈവമല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നവന്റെ ദൈവമാണ്. ശിഷ്യന്മാരെല്ലാം കേട്ട് വളരെ ഭാരപ്പെട്ടു. എന്താ കർത്താവ് ഇങ്ങനെ പറയുന്നത്? ഇതുവരയ്ക്കും പറയാത്ത കാര്യങ്ങൾ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വിഹിതമാണോ എന്നൊക്കെ ഒത്തിരി ആശയങ്ങൾ വന്നു. ആമേൻ. ഒരു കാര്യം കൂടെ, ആമേൻ, ഒരു ദൂത് കൂടെ ഇന്ന് രാത്രി പറയട്ടെ. അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു മാർക്കോസിന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. മാർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം, അതിന്റെ 26-ാമത്തെ വാക്യം. മാർക്കോസ് 12-ാമത്തെ അധ്യായം, അതിന്റെ 26-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ വായിച്ചതാ. അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്നൊക്കെ ഞങ്ങൾ വായിച്ചതാ. ആമേൻ. ഞങ്ങൾ വായിച്ചത് മാത്രവുമല്ല, 27-ാമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുന്നു, അവൻ മരിച്ചവരുടെ ദൈവം മാത്രമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമത്രേ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഇന്ന് രാത്രി മരിച്ചവന്റെ ദൈവമല്ല ഇത്. ഏലിയാവേ, മരിച്ചു പോയ നിന്റെ കയ്യാൽ മരിച്ചു പോയ ഒത്തിരി പേരുണ്ട്. എന്നാൽ നീ ഇന്ന് രാത്രി ജീവനോടെ ഇരിക്കുന്നതിന്റെ നിർണായക തെളിവെന്ന് പറഞ്ഞാൽ, നീ പോലും നിന്നോട് പോലും ഞാൻ അറിയിക്കാതെ അവൻ 6000 പ്രവാചകന്മാരെ നിനക്ക് വേണ്ടി ഞാൻ ഒളിപ്പിച്ച് പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണവും വെള്ളവും, അവർക്ക് ആവശ്യമായ മെഡിസിനും ആവശ്യമായ എല്ലാ ട്രീറ്റ്മെന്റുകളും കൊടുത്ത് അവരെ ശരീരം അല്പം പോലും ക്ഷീണിക്കാതെ, അവരെ ശരീരം അല്പം പോലും ക്ഷയിച്ചു പോകാതെ അവരെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി നീ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, നിന്റെ മുഖത്ത് പോലും പ്രകാശം അടിക്കത്തക്ക തലത്തിൽ നിന്നിൽ കൂടെ ഞാൻ പാസ് ചെയ്തു പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. കണ്ടോ, തെറ്റിപ്പോകുന്ന വലിയൊരു ഗ്രൂപ്പ്. സ്തോത്രം. പലരും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക, തോറ്റുകൊണ്ടിരിക്കുക. ആമേൻ. പലതിലും തെറ്റിപ്പോയിക്കും. ഒന്ന്, ആരാധനകളിൽ അവർ പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ആമേൻ. 2, ആമേൻ, അവരും ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് അവർ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. എത്രത്തോളം ആരാധിക്കുന്നു എങ്കിലും അത്രത്തോളം അവർ ദൈവത്തോട് ആമേൻ സ്തോത്രം മറുതലിക്കുന്നവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവർക്കും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാതെ എവിടെയോ പോകുന്നു. ആരാധനയ്ക്ക് പോകാനും ആമേൻ സ്തോത്രം അവർ മടിക്കുന്നില്ല, പോകുന്നു. പക്ഷെ ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ അവർ വചനത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് രാത്രി എന്ന് പറയും, കർത്താവേ, നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തല്ലോ. ഹല്ലേലൂയ. ധനവാനായ ഒരു മനുഷ്യനും ആമേൻ സ്തോത്രം ഒരു ദരിദ്രനായ ഒരു മനുഷ്യനും ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ,
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ നിനക്കെല്ലാം തരുന്നില്ലേ? ആമേൻ. നിനക്കെല്ലാം തന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ദരിദ്രനായ മനുഷ്യൻ മാറത്തടിച്ച് വാവിട്ട് നിലവിളിച്ച്, കർത്താവേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഞാൻ എന്നെ തന്നെ എൻ്റെ ജീവനും എൻ്റെ സ്വത്തും എൻ്റെ എല്ലാമായ ദൈവമേ, ഞാൻ നിന്നെ തന്നെ ഇന്ന് രാത്രി ഒന്ന് മുറുകെ പിടിക്കുകയാ. സ്തോത്രം, എൻ്റെ പ്രാർത്ഥന നീ കേട്ട് എനിക്ക് നീ മറുപടി തരണം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവവൈതലേ, വാവിട്ട് കരയാൻ ആരെല്ലാം തയ്യാറായിട്ടുണ്ടോ, ആമേൻ, അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും വാഴ്ത്തത്തങ്ങൾ ആമേ പ്രാപിക്കാൻ കഴിയാതെ ജീവനുള്ള ദൈവത്തെ മരിച്ചവരുടെ ദൈവം പോലെ ആരാധിച്ച് മുൻപിലോട്ട് വെക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ എനിക്കിപ്പോൾ ചിലത് സംഭവിക്കണമെന്ന് ആമേൻ നിന്ന് മുമ്പിലോട്ട് വരുന്ന ജനത്തെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ ആലോചന കൈമാറുന്നു. ആമേ, ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്റെ ഉയർപ്പിന്റെ പുതപ്പ് ഇന്ന് രാത്രി ദൈവം ഇട്ടിരിക്കുക. ഒരു പുത്തൻ ശുശ്രൂഷയ്ക്കുള്ള പുതപ്പ് ഈ രാത്രി കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. കൈമാറ്റം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കർത്താവ് വിവിധ രീതിയിലാണ് ഓരോരുത്തരെയും തന്റെ വേല ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവകുഞ്ഞെ, ആമേൻ. കർത്താവ് ഓരോ നിമിഷങ്ങളും നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നമ്മൾ ചെയ്യാൻ മുൻപിലോട്ട് ആമേൻ പ്രൈസ് വരികയാണെങ്കിൽ, ഇവിടെ വായിച്ച വാക്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആരെ ദൈവം എന്നറിയാം. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പിന്റെ ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെയും ആമേൻ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം, പ്രൈസ് ദി ലോർഡ്, അത് വായിച്ചിട്ടില്ലയോ? 27 പറയുന്നതെന്നറിയാമോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനോടെ ഇരിക്കുന്നവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ എന്തിരിക്കുന്നു? തെറ്റിപ്പോയിരിക്കുന്നു, തോറ്റുപോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെയോ ആമേ ജീവിതത്തിന്റെ മേഖലയിൽ പലയിടത്തും ആമേ സ്തോത്രം പരാജയപ്പെട്ട് ജനം മുൻപിലോട്ട് പോകുമ്പോൾ യേശു പറയുന്ന ഒരു വാക്ക് ഇതാണ്. 18ാമത്തെ വാക്യം പറയുന്നത്, ആമേ 17, ആമേ അതിന്റെ 16, അതിന്റെ പ്രൈസ് ദി ലോർഡ് 14, അതിന്റെ ആമേ 12, അതിന്റെ 11, അതിന്റെ 10 പറയുന്നത് ഇങ്ങനെയാണ്: വീട് പണിയുന്നവർ തള്ളി ആമേ കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആമേൻ. തള്ളിക്കളഞ്ഞു. പലപ്പോഴും തള്ളിക്കളയും. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞ ഭാഗത്ത് ദൈവം നമ്മെ ചേർത്ത്, ചില ഭാഗത്ത് നമ്മെ ഉറപ്പിച്ച് ദൈവം നമ്മെ നിർത്തുമെന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. അടുത്തൊരു വേദാംശത്തിലേക്ക് നമ്മൾ അടുത്തൊരു വേദാംശത്തിലേക്ക് വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിക്കേ, ലൂക്കായുടെ സുവിശേഷം 20ാമത്തെ അധ്യായം അതിന് 37ാമത്തെ വാക്യം. ലൂക്കായുടെ സുവിശേഷം, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 20ാമത്തെ അധ്യായം അതിന് 37ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നു. ആമേൻ. 20ന്റെ 37ാമത്തെ വാക്യം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനായി സൂചിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവം അവിടെ ഇടങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ജനത്തിന് വ്യക്തമായ നിലയിൽ പിതാവായ ദൈവം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, തന്റെ ജനമായ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നോഹയുടെ കാലഘട്ടം മുതൽ മലാക്കി വരെ നമ്മൾ പഠിക്കുമ്പോൾ പ്രവാചകന്മാരിൽ കൂടെ മാറി മാറി പ്രസ്താവിച്ചു, അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ശിശു ജനിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്,
അവ സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ഇന്ന് രാത്രിയിലും പ്രഖ്യാപിക്കുന്നു, മരിച്ചവരുടെ ദൈവമല്ല ഇത് ജീവനോടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി രാവും പകലും മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ 38 പറയുന്നു, ആമേ, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആത്മാവ് നഷ്ടപ്പെട്ടു, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, പക്ഷേ പ്രാപിച്ച ആത്മാവെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ആമേ, രാവിലെ ദാവീദ് പറഞ്ഞ പോലെ, ദൈവമേ നീ എന്റെ വായ്ക്കൊരു കാവൽ നിർത്തണം. പ്രൈസ് ദി ലോർഡ്. എന്നിൽ നീ പകർന്നിരിക്കുന്ന അഭിഷേകമെന്ന ശക്തി ചോർന്നു പോകാൻ സാധ്യതയുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് നീ എന്റെ വായ്ക്കൊരു കാവൽ പഠനം നിർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നല്ല, രണ്ടല്ല. ആമേൻ, ആമേൻ, സ്തോത്രം. ഭടന്മാരെ നിർത്തി. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ വാക്കുകളെ സൂക്ഷിപ്പാൻ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവ കുഞ്ഞേ, ആമേൻ, സാധ്യത ഏറെയാണ്. ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ സാധ്യത ഏറെയാണ്. ശത്രു അതിന്റെ പദ്ധതികളെ മെനയും. ശത്രു അതിന്റെ, ആമേൻ, ഹല്ലേലൂയ, അവന്റെ പാളയത്തിനകത്ത് അവന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്, അഭിഷേകം നഷ്ടപ്പെടുത്തി കളയാൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആ മെസ്സേജ് പറഞ്ഞപ്പോൾ കുറച്ച് പാസ്റ്റർമാരൊക്കെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടു, വോയിസ് മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. ഞാനത് കുറേ നേരം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 8 മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒത്തിരി ദൈവദാസന്മാരും ദൈവമക്കളും ആ കേട്ടവരെല്ലാവരും യൂട്യൂബ് വഴിയൊക്കെ എനിക്ക് കേട്ടവരൊക്കെ അവരുടെ വാട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ശരിയാ, എവിടെയൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുക, മരിച്ചുപോയി. ജീവനുണ്ട്, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പക്ഷേ കണ്ടില്ലേ, ഒരെണ്ണത്തിനെ പോലും കാണാനില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താ വിഷയം? മരിച്ചുപോയി, ആത്മാവിൽ തണുത്തുപോയി, മരവിച്ചുപോയി. സ്തോത്രം. ഹല്ലേലൂയ. മരവിപ്പ്, എന്തിനൊക്കെയോ ഏതിനൊക്കെയോ ഒരു മരവിപ്പ്. ആമേൻ. നാളെ രാവിലെ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞു നോക്കിയേ. എപ്പോൾ ഷടകുടഞ്ഞ് കുളിച്ച് രാവിലെ 4 മണിക്ക് കുളിച്ച് റെഡിയായി, ഇന്ന് രാത്രി ഉറങ്ങാതെ തുണിയൊക്കെ തേച്ച് അടുക്കി ചെരുപ്പ് വരെ കഴുകി ഉണക്കി, ഉണങ്ങാത്ത ഡ്രസ്സെല്ലാം ഫാനിൻ്റെ മൂട്ടിലിട്ട് AC-യുടെ മൂട്ടിലിട്ട് ഉണക്കി റെഡിയാക്കി രാവിലെ എല്ലാവരും എണീക്കുന്ന മുമ്പ് എണീറ്റ് വൃത്തിയായി കല്യാണത്തിന് പോകാൻ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി പോയി ക്യൂ നിൽക്കുക. അതാണ് മരിച്ചവരുടെ ദൈവമല്ലെന്ന്. ഹല്ലേലൂയ. നല്ലതാ, ആഘോഷങ്ങൾ നല്ലതാ, തെറ്റെന്നല്ല, എല്ലാം നല്ലതാ. അതിനേക്കാൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കാൻ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിന്നെ അഭിഷേകം പ്രാപിച്ചോ, പിന്നെ അന്യഭാഷ പറയും, ഇപ്പൊ വേണമെങ്കിൽ പറയും. അകത്തു വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അകത്തേക്കൊന്ന് പരിശോധിക്ക, വല്ലതും അകത്ത് വീണിട്ടുണ്ടോ? നമുക്ക് പറയാനുള്ളത്, എനിക്കൊരു വയറുവേദന, എനിക്കൊരു തലവേദന, എനിക്കൊരു പല്ലുവേദന, എനിക്ക് ഇടുപ്പിന് വേദന, എനിക്ക് കാൽമുട്ടുവേദന. ഇതെന്തിന്? പൊട്ടൻ ചുക്കാതിയുടെ വൈദ്യശാലയാ, കർത്താവിന്റെ ആലയം. ഹല്ലേലൂയ. എന്താ വള്ളി വരാത്തെ? ഇന്നലെ കല്യാണ വീട്ടിൽ പോണാണ്ടോ നടന്ന്, ഇന്നലെ അവിടെ ശവാടക്കിന് പോയല്ലോ നടന്ന് കിലോമീറ്റർ. അറ്റ്ലീസ്റ്റ് 500 മീറ്റർ നടക്കാൻ വയ്യായിരുന്നു. ഇന്ന് രാത്രി മരിച്ചവരുടെ ദൈവമല്ല ഇത്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിന്, ആമേൻ, ഏലിയാവിനെ പോലെ ശുഷ്കാന്തിയോടെ ദൈവ സന്നിധിയിൽ നെടുമ്പാട വീണ് കരയാനും ഉടയാനും മനസ്സുള്ളവരെ എക്കാലത്തും ചേർത്തു പിടിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പിടിക്കുന്ന, ആമേൻ, സ്തോത്രം. എന്നെ ആരും പാസ്റ്ററാക്കിയതല്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. വഴിയിൽ നിന്നൊരു ബൈബിൾ വായിച്ചോണ്ട് വന്നതല്ല കേട്ടോ. ആമേൻ. 10-18 വർഷം, ആമേൻ, നല്ല ഗുരുക്കന്മാരുടെ കീഴിലിരുന്ന് വചനത്തിന്റെ ആഴങ്ങൾ നല്ലവണ്ണം പഠിപ്പിച്ചും, അടി തരേണ്ട ഭാഗത്ത് അടി തന്നും,
ആമേ ശാസിക്കേണ്ട ഭാഗത്ത് ശാസിച്ചും നിർത്തിയത് കൊണ്ടാണ് ഇന്നും നിൽക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും വാടിപ്പോകുന്നതല്ല പോലെ. ഹല്ലേലൂയ. നമുക്ക് ഒരു പ്രശ്നമില്ല. ഒരു സത്യത്തിൽ നിങ്ങളെപ്പോലെ പച്ചയും മാംസമുള്ള ആളാ ഞാനും. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവസഭയുടെ മുൻപിൽ മരിച്ച ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ എല്ലാത്തിനേക്കാളും വലുതെന്റെ ദൈവമെന്ന് പറയാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ, ഇന്ന് രാവിലെ ആമേ കെ.ഒ. തോമസ് സാറിനെ വിളിച്ചപ്പോഴേ രാവിലെ എണീക്കുന്നേ. മോനെ എന്താണ് എണീറ്റില്ലേ? ഞാൻ സാറേ എണീറ്റു. എവിടെ എണീക്കാല, കുറേ കിടക്കുക. ഞാൻ എന്റെ മനസ്സിൽ പോലും ചിന്തിച്ചില്ല. നീ പറഞ്ഞു കാണും 4 മണിക്ക് എന്തിനാ വിളിച്ചതെന്നല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞില്ല. നീ പറയുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. 4 മണിക്ക് എന്തിനാ വിളിച്ചതെന്നല്ലേ ചോദിക്കുന്നത്. ആവശ്യത്തിന് സാറേ കാര്യം എന്താണ്? ഞാനിപ്പോ ദൂരെയാ, പ്രാർത്ഥിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ വെളിപ്പെടണം. ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ പ്രാർത്ഥിക്കണം. പിന്നെന്താ? ഇപ്പൊ പ്രാർത്ഥിക്കാം. ഫോണോട് പ്രാർത്ഥിക്കണം. വേണ്ട, നീ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. എന്നെ ഏൽപ്പിച്ചെന്നറിയ പ്രാർത്ഥിക്കാനോ രാവിലെ വെളുപ്പിന്. സ്തോത്രം. എന്നെ ദൈവം ഏൽപ്പിച്ചതാ. എന്നെ വിളിക്ക. എന്നെ സ്റ്റുഡന്റാ ഞാൻ. സ്തോത്രം. ഞാൻ അദ്ദേഹം പല വേദിക്കും പറയാറുണ്ട്, ഞാൻ 1000കണക്കിന് പേരെ പഠിപ്പിച്ചിറക്കി. സ്തോത്രം. ഇന്ന് രാത്രി നിന്നെക്കുറിച്ചൊരു സാക്ഷ്യം നിന്റെ അധ്യാപകൻ പറയണം, നിന്റെ ഗുരുക്കന്മാര് പറയണം. ഇന്ന് രാത്രി എല്ലാ ഭാഗത്തും ക്ലിയർ ആണെന്ന്. ഇതിനപ്പുറം എന്താ? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവകുഞ്ഞെ, ദൈവത്തിന് വേണ്ടി പോരാടാൻ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ അടുത്ത് നിങ്ങൾ പോകാറുണ്ടോ? നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർമാരെ കാണാറുണ്ടോ? സാറന്മാരെ കാണാറുണ്ടോ? അവരോടൊന്ന് മീറ്റ് ചെയ്യാറുണ്ടോ? അവരോട് സംസാരിക്കാറുണ്ടോ? സ്തോത്രം. ഞാൻ ഒരു ലളിത ടീച്ചറിന്റെ അടുത്ത് പോയി. ടീച്ചർ തിരുവനന്തപുരം പൂജപ്പുര നിൽക്കുകയായിരുന്നു. എനിക്ക് ടീച്ചറെ മനസ്സിലായി, എന്നെ മനസ്സിലായില്ല. ഞാൻ പോയി ടീച്ചറെ വിളിച്ചപ്പോ ടീച്ചറെ പേടിച്ചു പോയി. സ്തോത്രം. എടാ കൊമ്പ മീശക്കാരൻ, ഇത് ആരാ? നല്ല പൊക്കവും തടിയും ഒക്കെ ഉള്ളത് ആര്? അവർ ടീച്ചർക്ക് എന്നെ മനസ്സിലായി. ഇല്ല, ആരാ? ഒച്ച വയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോ അവര് ഭയങ്കര ഡിപ്രഷനിലേക്കായിട്ട് പിന്നെ ശാന്തമായി വന്നിട്ട്, ഓ നീയാണോ? സ്തോത്രം. മിണ്ടണം, സംസാരിക്കണം. ഗുരുക്കന്മാരുടെ പോയി അവരോട് സംസാരിക്കണം. അത് ഏറ്റവും നല്ലതാണ്. ഇടയ്ക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ച് നിങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ അവർ കാണിച്ച താല്പര്യം, ആ ബെത്തപ്പാട് ഇന്ന് രാത്രി ഒന്ന് അയവിറക്കി നോക്ക്, ഒന്ന് ബാക്കിലോട്ട് ചിന്തിച്ചു നോക്ക്. നമുക്ക് വേണ്ടി അവർ എത്രമാത്രം സമയങ്ങൾ കളഞ്ഞ് നമ്മെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നുള്ള ഒരു ദൗത്യം അവരുടെ മേൽ കൊടുത്തത് ആരാ? ദൈവത്തിന്റെ ആത്മാവ്. അങ്ങനെ ഒരു ദർശനം എല്ലാവർക്കും ഇല്ല. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞു കേട്ടോ. ആമേൻ. ഇവിടെ വായിച്ച വാക്ക് കേട്ടോ. 38ാമത്തെ വാക്യം, 39ാമത്തെ വാക്യം, 40ാമത്തെ വാക്യം, 41, 42, 43, 44 ഒന്ന് വായിക്കാമോ? ആമേൻ. 37 വായിച്ചു. 38, 39, 40, 41, 42, 43, 44ാമത്തെ വാക്യം വരെ ഒന്ന് വായിക്കാം. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അതിന് ചില ശാസ്ത്രിമാർ, ഗുരു നീ പറഞ്ഞത് ശരിയെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനോട് ഒന്നും ചോദിക്കാൻ അവർ തുനിഞ്ഞതുമില്ല. എന്നാൽ അവൻ അവനോട്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ? കർത്താവ് എന്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു, പിന്നെ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. ആമേൻ. കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം ഞാൻ നിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കും എന്നരുളി ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സഞ്ചരിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ആമേൻ സ്തോത്ര കർത്താവിന്റെ അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി ശ്രേഷ്ഠന്മാരായ നിങ്ങളോടൊരു ദൂത് പറയാം.
നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി മരിച്ചവരുടെ ദൈവമല്ല. ആമേ, ഉണ്മയോടെ ഇരുന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടം പേരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ തന്നെ ജീവനും ഞാൻ തന്നെ പുനരുത്ഥാനവുമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങിയെന്ന് പറയാ, ഏലിയാവേ നിനക്ക് എന്താ പ്രശ്നം? ഇന്ന് രാത്രി ഏലിയാവിന് എന്താ പ്രശ്നം? വായിച്ചേ. ആമേ, യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം നമുക്കറിയാം. 6-ാമത്തെ അധ്യായം അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും 6-ാം അധ്യായം അറിയാം. ആമേൻ. 6-ാമത്തെ അധ്യായത്തിന്റെ 1ഉം 2ഉം പ്രൈസ് ദി ലോർഡ് വാക്യത്തിലേക്ക് നമ്മൾ വന്ന ശേഷം 5-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ 5-ാമത്തെ വാക്യം കൂടെ 1ഉം 2ഉം വായിച്ചിട്ട് 5-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. താറാവുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തര് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ ഈ സിംഹാസനം ഉയർന്നും പൊങ്ങിയും, ആമേൻ, താഴ്ന്നല്ല, പിന്നെ എവിടെയാ? ഉയർന്നും പൊങ്ങിയും. ഉയർന്നും താഴുന്നു എന്നല്ല വായിക്കുന്നത്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ചില ആലോചന നിന്നിൽ കൈമാറുകയാ. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും 72-ാമത്തെ സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ആമോസിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോഴും വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും പറയുന്ന ഒരേ സ്വരമാണ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ സിംഹാസനം ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പുറപ്പാട് പുസ്തകം 19 അതിന്റെ 18-ലേക്ക് വരുമ്പോൾ മോശ പറയുന്ന ഒരു ദൂത്, ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഞാനും നീയും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്ന ദൈവം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്തൊരു ദൂത് വിളിച്ചു പറയുന്നു. ആമേൻ, തീർന്നില്ല. യെശയ്യാവ് 33-ന്റെ 17-ലേക്ക് വരുമ്പോഴും യിരെമ്യാവ് 10-ന്റെ 10-ലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രവാചകന്മാർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ഞാൻ മരിച്ചവന്റെ ദൈവമല്ല, ഞാൻ ജീവനോടെ ഇരിക്കുന്ന ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അതിനകത്ത് പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായും ശക്തമായും വിളിച്ചു പറയുന്ന ഒരു ദൂത് 2 ദിനവൃത്താന്ത പുസ്തകം 26-ന്റെ 16 മുതൽ 21 വരെ നമ്മൾ പഠിക്കുമ്പോൾ, ആരാഞ്ഞ് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് നിറഞ്ഞു നിൽക്കുമ്പോ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു ദൂത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രി ദൈവമൈതലേ, ആമേൻ, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തെങ്കിൽ ഈ രാത്രി നമ്മുടെ ഹൃദയപടലങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഇളകട്ടെ. ആമേ, 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ യിരെമ്യാവ് 1-ന്റെ 9-ലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന കണ്ണീരിന്റെ പ്രവാചകനായിരിക്കുന്ന തന്റെ തലയെ മുഴങ്കാൽക്കിടയിൽ തിരികേറ്റിയിട്ട് താൻ പറയുന്ന കരയുന്ന ഉടയുന്ന വിഷയത്തിന് വേണ്ടി ഇസ്രായേലിന്റെ പിന്മാറ്റത്തെ കുറിച്ചും ഇസ്രായേലിന്റെ അകപ്പണത്തെ കുറിച്ചും അവൻ പ്രവചിക്കുമ്പോഴും അവൻ കരയുമ്പോഴും
അവൻ ഏറ്റുപറയുമ്പോഴും ഒറ്റക്കാര്യം ഉറപ്പാണ്, നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിലും ജീവനുള്ളവന്റെ ദൈവമാ. ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇന്ന് രാത്രി. ആമേൻ. നമ്മുടെ വായിച്ച കുറുവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ പോകുകയാ. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:14 നമ്മൾ വായിച്ചത്. ആമേൻ. അവിടെ പറയുകയാണ്, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചില്ലേ? പ്രാർത്ഥനയുടെ യാഗപീഠം ഇടിച്ചു കളഞ്ഞു. ഓ ഹല്ലേലൂയ. ഇന്ന് അടിയാ സഭയ്ക്കകത്ത്, സ്ഥാനങ്ങൾക്ക് വേണ്ടി അടിയാ. വേണമെങ്കിൽ പാസ്റ്റർ വരെ അവിടെ നിന്ന് കഴുത്ത കുത്തി വെളിയിൽ തള്ളിയിട്ട് യാഗപീഠത്തെ ഇടിച്ചു കളഞ്ഞ് ഞാൻ കൊടുത്ത കട്ടളയാ. എനിക്ക് ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്, ഇന്നത്തെ പോലെ, ഇന്നേക്കൊരു 20 വർഷം മുൻപ്, സ്തോത്രം, ഒരാലയം പണിത് കേട്ടോ. ഒരാള് വാതിൽ തന്നു, ഒരാള് ജനല് തന്നു, ഒരാൾ ഡ്രമ്മ് വാച്ച് തന്നു, ഒരാൾ മേശ വാച്ച് തന്നു. ആലയത്തിനകത്ത് ഗ്രൂപ്പിസം കളിച്ച് ഓരോന്നിളകിക്കൊണ്ടുപോയി. ഇത് ഞാൻ വച്ച കട്ടളയാ, ഇത് ഞാൻ കൊണ്ടുവന്ന ഡ്രമ്മാ, ഇത് ഞാൻ കൊണ്ടുവച്ച മേശയാ, ഇത് ഞാൻ കൊണ്ടുവച്ച ജന്നലാ, ഇത് ഞാൻ ഇട്ടതാ ഈ കഴുക്കോലുകൾ, എല്ലാം വലിച്ചു പറിച്ചു കൊണ്ടുപോയി. ഹല്ലേലൂയ. കേൾക്കണോ? ഇന്ന് അതിൽ ഒരെണ്ണം പോലും ഈ ഭൂമിയിലെ മോത്തില്ല, ഒരെണ്ണം പോലും. അധികാരം കളിക്കാനുള്ളതല്ല ദൈവസഭ. യാഗപീഠത്തെ ഇടിച്ചു കളഞ്ഞു, ദൈവസഭയെ തകർത്തു കളഞ്ഞു. കണ്ടോ ഇവിടെ വായിച്ചത്? ആമേൻ. സ്തോത്രം. എല്ലാം നശിപ്പിച്ചു. നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ആമേൻ. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ആമേൻ, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ഉടഞ്ഞു. ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ മാത്രം, ഹല്ലേലൂയ, ഇന്ന് ഞാൻ മാത്രം ഒറ്റയ്ക്കായിപ്പോയി അല്ലേ? നീ മാത്രം ഒറ്റയ്ക്കായി പോയെന്നല്ലേ? ഭാരപ്പെടണ്ട. നിന്റെ വിഷയങ്ങൾ തുറന്നു പറയാനൊരു പാദപീഠമുണ്ട്. ദൈവവൈതലേ, 1-2 വർഷമല്ല എന്നെ ഒറ്റപ്പെടുത്തിയത് ആൾക്കാരെല്ലാം കൂടെ. ഈ യേശുവിനെ അറിഞ്ഞത് കൊണ്ട്, ഈ സത്യവേദ പുസ്തകം എടുത്തത് കൊണ്ട് 1 വർഷമോ 2 വർഷമോ അല്ല എന്നെ ഒറ്റപ്പെടുത്തിയതാ. ഹല്ലേലൂയ. 1-2 വർഷമല്ല എന്നോട്, ആമേൻ, സ്തോത്രം, പലരും അകന്നു നിന്ന് 1-2 വർഷമല്ല. ഇതിനെ പഠിക്കാൻ കുറച്ച് താമസിച്ചു, ഇതിനൊന്ന് അറിയാൻ കുറച്ച് താമസിച്ചു. യേശു പറഞ്ഞു, എന്റെ നാമനിമിത്തം നിന്നെ എല്ലാവരും ഒഴിവാക്കും. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ഒഴിവാക്കും കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കളോട് ദൈവം ദൂത് പറയട്ടെ, ആരൊഴിവാക്കിയാലും കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും. ആ വാഴ്ത്തത്വങ്ങൾ നിനക്ക് സമയം ഉറപ്പായിട്ട്. ഇന്ന് രാത്രി നീ മാത്രം ഒറ്റപ്പെട്ടു പോയി. ഹല്ലേലൂയ. സ്തോത്രം. നീ മാത്രം ഒറ്റപ്പെട്ടു പോയോ? ഹല്ലേലൂയ. നീ മാത്രം ശേഷിച്ചോ? ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ഇന്ന് രാത്രി. ഹല്ലേലൂയ. നിന്റെ കണ്ണീർ തുടയ്ക്കുന്ന ഒരു കർത്താവുണ്ട് ഇന്ന് രാത്രിയിൽ. നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ഉണ്ടെന്നേ. ഭാരപ്പെടണ്ട. നിന്റെ ജീവിതത്തിൽ ഒന്നും തോൽവിയല്ല കേട്ടോ. ഇതുവരെ കടന്നു വന്നതൊന്നും നീ വെറുതെ വന്നതല്ല കേട്ടോ. ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ഹല്ലേലൂയ. എത്രയോ പേര് നിന്റെ സമപ്രായക്കാർ പട്ടുപോയി, എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് രാത്രി നിന്റെ പരാജയം കാണാൻ നിൽക്കുന്നതിന്റെ മുമ്പിൽ നിന്നെ ഉയർത്തുന്നൊരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം.